നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി മെഡിക്കൽ കോളേജിൽ പുതിയ ഓപ്പറേഷൻ തിയേറ്റർ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന മെഡിക്കൽ കോളേജ് ആശുപത്രി മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡെസ്റ്റിനേഷൻ വെഡിംഗ് സാധ്യതകൾ ലക്ഷ്യമിട്ട് ദേവികുളത്ത് നൂതന പദ്ധതി തയ്യാറാക്കാൻ DTPC. മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന DTPC എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. തെറ്റായ അവകാശവാദങ്ങളും അർത്ഥസത്യങ്ങളും കുത്തിനിറച്ച് സംസ്ഥാന സർക്കാർ ഗവർണറെ കൊണ്ട് പ്രസംഗിപ്പിച്ചിട്ടുള്ള ഒരു തെറ്റായ ഡോക്യുമെന്റാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അടിയന്തര ഘട്ടങ്ങളെ നേരിടാൻ സജ്ജരായിരിക്കുകയെന്ന സന്ദേശം നൽകി ചെറുതോണിയിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. കോതമംഗലം KSRTC ഡിപ്പോയിൽ യാത്രക്കാർക്ക് നവ്യാനുഭവമായി ഇനി മുതൽ ലവ് ബേഡ്സും. ആന്റണി ജോൺ MLA ലവ് ബേഡ്സുകളുടെയും കൂടുകളെയും ഏറ്റുവാങ്ങി. വാർത്തകൾ വിശദമായി. ഇടുക്കി മെഡിക്കൽ കോളേജിൽ പുതിയ ഓപ്പറേഷൻ തിയേറ്റർ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. ഇടുക്കി ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന മെഡിക്കൽ കോളേജ് ആശുപത്രി മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിയേറ്ററിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ തസ്തികകളിലെ ഒഴിവുകൾ അടിയന്തരമായി നികത്തുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റിയോട് ചേർന്ന് പുതിയ എമർജൻസി ഓപ്പറേഷൻ തിയേറ്റർ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന മെഡിക്കൽ കോളേജ് ആശുപത്രി മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിയേറ്ററിന്റെ പ്രവർത്തനത്തിനാവശ്യമായ അസിസ്റ്റന്റ് പ്രൊഫസർ, സീനിയർ അസിസ്റ്റന്റ്, സ്റ്റാഫ് നഴ്സ് തുടങ്ങിയ തസ്തികകളിലെ ഒഴിവുകൾ അടിയന്തരമായി നികത്തുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 3 അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെയും 2 സീനിയർ അസിസ്റ്റന്റുമാരുടെയും ഒഴിവുകളാണ് നിലവിലുള്ളത്. PSC റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ടെങ്കിൽ വേഗത്തിൽ നിയമന നടപടികൾ സ്വീകരിക്കുന്നതിന് സർക്കാർ ഇടപെടൽ തേടും. പുതിയ ഓപ്പറേഷൻ തിയേറ്ററും കൂടുതൽ തസ്തികകളും വരുന്നതോടെ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്കും രോഗികൾക്കും ഏറെ പ്രയോജനം ലഭിക്കും. ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തനക്ഷമമാകുന്നതോടെ സർജറി, ഓർത്തോ വിഭാഗങ്ങൾ കൂടി ഇവിടേക്ക് മാറ്റാൻ കഴിയും. കൂടാതെ വിദ്യാർത്ഥികളുടെ പഠനത്തിനും സൗകര്യമൊരുക്കാൻ സാധിക്കും. 21-ന് മെഡിക്കൽ കോളേജ് വിഷയവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ സാന്നിധ്യത്തിൽ യോഗം ചേരും. മെഡിക്കൽ കോളേജ് നിർമ്മാണ ചുമതല ഏറ്റെടുക്കുന്ന കിഡ്കോയുടെ MD, സീനിയർ പ്രോജക്ട് മാനേജർ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും. മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ ഉന്നയിച്ച വിഷയങ്ങൾ ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിൽ ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് അധ്യക്ഷത വഹിച്ചു. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം CV വർഗീസ്, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ സുരേഷ് വർഗീസ്, മറ്റു വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭാ സമ്മേളനം ആരംഭിച്ചു. സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ഗവർണർ പ്രസംഗം ആരംഭിച്ചത്. കേരളം വികസന പാതയിൽ കുതിക്കുകയാണെന്നും 10 വർഷം ഉണ്ടായത് മികച്ച നേട്ടമാണെന്നും വികേന്ദ്രീകരണത്തിൽ സംസ്ഥാനം ദേശീയ തലത്തിൽ മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ ശിശുമരണ നിരക്ക് സംസ്ഥാനത്ത് കുറഞ്ഞതിന്റെയും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടെ മികച്ച നേട്ടം കൈവരിച്ചതിനെ കുറിച്ചും ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെക്കുറിച്ചും പ്രസംഗത്തിന്റെ ആദ്യ ഭാഗത്തിൽ ഗവർണർ സൂചിപ്പിച്ചു. കേരളത്തിന് അർഹമായ വിഹിതം വെട്ടിക്കുറച്ചതിൽ ഉൾപ്പെടെയുള്ള കേന്ദ്ര തീരുമാനങ്ങളെയും നയപ്രഖ്യാപനത്തിൽ ഗവർണർ വിമർശിച്ചു. My government has a deep commitment to the constitutional values and ethos of our nationalist movement, namely democracy, secularism, federalism, and socialism. My government has taken all possible steps to defend these values, which form the basic structures of our constitution. The challenges before us demand collective responsibility, informed decision making, and cooperation across all institutions and levels of governance. Kerala's strength lies in its people, its robust public institution, and its long tradition of enlightened public discourse. My government is confident that the deliberations of this House will contribute meaningfully to the policy formulation of effective governance. Let this session serve as a platform of constructive engagement and purposeful action, guided by the shared objectives of ensuring dignity, opportunity, and security for every citizen. I wish the honorable members a productive
and fruitful session of the Kerala Legislative Assembly. At the end, I will just remind all of us that constitutional makers like Dr. Babasaheb Ambedkar had visited Kerala Legislative Assembly 75 years ago. We are completing 75 years ago, 75 years of his address to the assembly. That time had a Travancore and uh, Kochi Legislative Assembly. Nonetheless, the importance is very high and we have to celebrate sometimes. This is my request to all the members of the House. ഡെസ്റ്റിനേഷൻ വെഡിംഗ് സാധ്യതകൾ ലക്ഷ്യമിട്ട് ദേവികുളത്ത് നൂതന പദ്ധതി തയ്യാറാക്കാൻ ഒരുങ്ങി DTPC. മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ടിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന DTPC എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. DTPC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം CV വർഗീസ്, ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ KS ഷൈൻ, DTPC സെക്രട്ടറി ജിതീഷ് ജോസ്, വിവിധ വകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ദേവികുളത്ത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ കൈവശമുള്ള 5 ഏക്കർ റവന്യൂ ഭൂമിയിൽ ടൂറിസം പദ്ധതിക്കായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ തീരുമാനം. മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ടിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന DTPC എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനമായത്. ഇവിടുത്തെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ വിധത്തിൽ കോൺഫറൻസ് ഹാളും ഗസ്റ്റ് ഹൌസും ഉൾപ്പെടെയുള്ള പദ്ധതി തയ്യാറാക്കും. പൊതുമരാമത്ത് വകുപ്പ്, DTPC, ദുരന്ത നിവാരണ അതോറിറ്റി, ഹസാഡ്, അനലിസ്റ്റ് എന്നിവരുൾപ്പെടുന്ന സംഘം സ്ഥലം സന്ദർശിച്ച് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. 1000 പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, VIP ഹാൾ എന്നിവ നിർമ്മിക്കാനാകുമോ എന്ന് പരിശോധിക്കും. കോൺഫറൻസ് ഹാൾ ആരംഭിക്കാനായാൽ മൂന്നാറിൽ ഡെസ്റ്റിനേഷൻ വെഡിംഗ് പോലുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നും യോഗത്തിൽ വിലയിരുത്തി. DTPC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം CV വർഗീസ്, ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ KS ഷൈൻ, DTPC സെക്രട്ടറി ജിതീഷ് ജോസ്, വിവിധ വകുപ്പ് ജീവനക്കാർ തുടങ്ങി നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തെറ്റായ അവകാശവാദങ്ങളും അർത്ഥസത്യങ്ങളും കുത്തിനിറച്ച് സംസ്ഥാന സർക്കാർ ഗവർണറെ കൊണ്ട് പ്രസംഗിപ്പിച്ചിട്ടുള്ള ഒരു തെറ്റായ ഡോക്യുമെന്റാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിയമസഭയിൽ മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് തുറന്നു സമ്മതിക്കുന്നതാണ് ഈ നയപ്രഖ്യാപനം. കേന്ദ്രത്തിൽ നിന്നും 53,000 കോടി രൂപ ലഭിക്കാനുണ്ടെന്ന് പറഞ്ഞു നടന്ന സർക്കാർ ഇപ്പോൾ അതൊന്നും നയപ്രഖ്യാപനത്തിൽ സൂചിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെറ്റായ അവകാശവാദങ്ങളും അർദ്ധസത്യങ്ങളും കുത്തിനിറച്ച് ഗവൺറെ കൊണ്ട് പ്രസംഗിപ്പിച്ചിട്ടുള്ള ഒരു തെറ്റായ ഡോക്യുമെന്റാണ് ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. ഒരു ഗവൺമെന്റിന്റെ പരാജയം വരികളിടയിലൂടെ മുഴച്ചു നിൽക്കുകയാണ്. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് തുറന്ന് സമ്മതിക്കുന്നതാണ് നയപ്രഖ്യാപനം. കേന്ദ്രത്തിൽ നിന്ന് 53,000 കോടി ലഭിക്കാനുണ്ട് എന്ന് പറഞ്ഞു നടന്നിരുന്ന സർക്കാർ ആ പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറയുന്നില്ല. ഇപ്പൊ വേറെ അക്കൗണ്ടാണ് പറയുന്നത്. നേരത്തെ 53,000 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള കണക്കുകൾ ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്നതല്ല. ആ കണക്കിലല്ല ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള കണക്കുകൾ ഈ പ്രസംഗത്തിൽ പറയുന്നു. അത് സുപ്രീം കോടതിയിൽ കൊടുത്ത കേസിലും ഇവിടെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി പറഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ സർക്കാർ ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മതേതര മൂല്യങ്ങളെക്കുറിച്ച് ആണ് പറയുന്നത്. ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ മന്ത്രി സജി ചെറിയാൻ ഏറ്റവും വലിയ ഒരു വർഗീയവാദം ഉയർത്തി അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഇരുത്തിക്കൊണ്ടാണ് ഈ ഗവൺമെന്റ് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്നത്. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം എന്ന പച്ചക്കള്ളം വീണ്ടും കൊട്ടിഘോഷിക്കുന്നത് കേരളത്തിലെ പാവങ്ങളോടുള്ള അനീതിയാണ്. ആ പ്രഖ്യാപനത്തിന് ശേഷം വീടും ഭക്ഷണവും ഇല്ലാത്ത നിരവധി ആളുകളുടെ കഥനകഥകളാണ് മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നത്. 6 ലക്ഷത്തോളം കുടുംബങ്ങൾ, 5,95,000 കുടുംബങ്ങൾ തന്നെ അതീവ ദരിദ്രരുടെ പട്ടികയിൽ കേരളത്തിലുള്ളപ്പോഴാണ് ഈ വളരെ കുറച്ച് ആളുകൾക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നുള്ള പേര് പറയുന്നത്. ആരോഗ്യരംഗം മികച്ചതാണ് എന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിലെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ്.
എല്ലാ ദിവസവും വരുന്ന വാർത്തകൾ അതുതന്നെയാണ്. 2026 മാത്രം 1,20,000 പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. അമീബിക് മസ്തിഷ്ക ജ്വരം, മഞ്ഞപ്പിത്തം, ചിക്കൻ ബോക്സ്, വെസ്റ്റ് നൈൽ അടക്കം ലോകത്തുള്ള എല്ലാ പകർച്ചവ്യാധികളും ഉള്ള സംസ്ഥാനമായി കേരളം മാറി. അതുപോലെ SC/ST വിഭാഗങ്ങൾക്ക്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വാരിക്കോരി നൽകി എന്നുള്ളതാണ് അവകാശവാദം. ഇതുവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ കേരളത്തിലെ പ്ലാൻ ഫണ്ട് സ്റ്റാഗ്നന്റായി പോവുകയാണ്. 30,000 കോടി പോവുകയാണ്. ഓരോ ഗവൺമെന്റും വന്ന് അധികാരമേറ്റ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്ന 5-ാം വർഷം ആകുമ്പോഴേക്കും ഒരു 10% മുതൽ 20% വരെ പ്ലാൻ ഫണ്ടിൽ വർധനയുണ്ടാവും. ആ പ്ലാൻ ഫണ്ടിൽ വർധനയില്ലാതെ സ്റ്റാഗ്നന്റായി പ്ലാൻ ഫണ്ട് നിൽക്കുന്നത് കൊണ്ട് പട്ടികജാതി പട്ടികവർഗക്കാരുടെ അതിൻ്റെ അകത്തെ 10%-ഉം പട്ടികവർഗക്കാരുടെ 2%-ഉം വർദ്ധിച്ചിട്ടില്ല. അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. വർദ്ധിക്കാതെ നിൽക്കുന്ന ഇതിൽ നിന്നാണ് കഴിഞ്ഞ വർഷം 500 കോടി രൂപ SC ഫണ്ടിൽ നിന്നും 112 കോടി രൂപ ST ഫണ്ടിൽ നിന്നും പ്ലാൻ സൈസ് കട്ട് ചെയ്തത്. എന്നിട്ടാണ് ഈ ഗ്രാൻസ് പോലും കുട്ടികളുടെ SC/ST വിദ്യാർത്ഥികളുടെ ഈ ഗ്രാൻസ് പോലും കൊടുക്കാതെ പ്രൊഫഷണൽ വിദ്യാഭ്യാസം നിർത്തിവരുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് കേരളത്തിൽ. തെറ്റായ അവകാശവാദമാണ്. കേരളം കണ്ട ഏറ്റവും മോശമായി പെർഫോം ചെയ്ത ഒരു ഗവൺമെന്റ് ആണ് എന്ന് ഇതിലെ ഈ അവകാശവാദങ്ങളും ഞാൻ പറഞ്ഞ അർദ്ധസത്യങ്ങളും അവകാശവാദങ്ങളും മാത്രമാണിത്. ഈ ഡോക്യുമെന്റിന് ഒരു പ്രസക്തിയില്ല. പിന്നെ ഭരണഘടന അനുസരിച്ച് 175, 176 ആർട്ടിക്കിൾ അനുസരിച്ച് ക്യാബിനറ്റ് അംഗീകരിക്കുന്ന പ്രസംഗമാണ് ഗവർണർ വായിക്കേണ്ടത്. ഗവർണർ അത് ഡെലിബറേറ്റായി മനഃപൂർവ്വമായി അത് വിട്ടുകളയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഗവർണർക്ക് അതിനുള്ള അധികാരമില്ല. സ്വന്തം കാര്യങ്ങൾ പറയാൻ ഉള്ള റോളല്ല ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. കോട്ടപ്പാറയിൽ പ്രവേശനം നിരോധിച്ച് വനംവകുപ്പ്. ദിവസവും 100 കണക്കിന് സഞ്ചാരികൾ എത്തി കാഴ്ചകൾ കണ്ടുപിടുങ്ങുന്ന കോട്ടപ്പാറയിലേക്കാണ് പ്രവേശനം നിരോധിച്ചതായി 3 ദിവസം മുൻപ് ബോർഡ് സ്ഥാപിച്ചത്. നാട്ടിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്താൻ കഴിവില്ലാത്ത വനംവകുപ്പ് മറ്റു വകുപ്പുകളെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സമ്മതിക്കുകയില്ലാത്ത വകുപ്പായി അധപ്പതിച്ചെന്ന് വനപ്പുറം പഞ്ചായത്ത് അംഗങ്ങൾ പറയുന്നു. നിഷേധാത്മക നടപടിയാണിതെന്ന് വനപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടം ആരോപിച്ചു. അതേസമയം ഇവിടെ എത്തുന്നവർ പുകവലിച്ചോ മറ്റുവിധത്തിലോ പുൽമേട് ഉൾപ്പെടെ തീപിടിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഇതിനെതിരെയുള്ള മുന്നറിയിപ്പായിട്ടാണ് ബോർഡ് സ്ഥാപിച്ചതെന്നുമാണ് വനംവകുപ്പ് അധികൃതരുടെ വിശദീകരണം. വനം വകുപ്പ് കോട്ടപ്പാറയിലും പ്രവേശന നിരോധന ഫലകം വെച്ചു. ദിവസവും 100 കണക്കിന് സഞ്ചാരികളെത്തി കാഴ്ചകൾ കണ്ടുമടങ്ങുന്ന കോട്ടപ്പാറയിലേക്കാണ് പ്രവേശനം നിരോധിച്ചതായി 3 ദിവസം മുൻപ് ബോർഡ് സ്ഥാപിച്ചത്. നാട്ടിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്താൻ കഴിവില്ലാത്ത വനം വകുപ്പ് മറ്റു വകുപ്പുകൾ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സമ്മതിക്കുകയുമില്ലാത്ത വകുപ്പായി അധപ്പതിച്ചെന്ന് വണ്ണപ്പുറം പഞ്ചായത്ത് അംഗങ്ങൾ പറയുന്നു. ഒരു ഭാഗത്ത് കാട്ടുമൃഗങ്ങളുടെ ശല്യം മൂലം കൃഷി ചെയ്ത് ഉപജീവനം നടത്താൻ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ യാതൊന്നും ചെയ്യാത്ത വനംവകുപ്പാണ് നാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒന്നൊന്നായി അടച്ചുപൂട്ടുന്നത്. ഇവയൊക്കെ അടച്ചുപൂട്ടുന്നതിന് മുൻപ് സ്ഥലത്തെ ജനപ്രതിനിധികളോട് ആലോചിക്കാൻ പോലും തയ്യാറാകാതെ കുടുംബസ്വത്ത് കൈകാര്യം ചെയ്യുന്നത് പോലെയാണ് വകുപ്പിന്റെ നടപടിയെന്നും ജനപ്രതിനിധികൾ പറയുന്നു. വനംവകുപ്പിന് തോന്നിയാൽ എന്തും ചെയ്യാമെന്നതാണ് നിലവിലെ സ്ഥിതിയെന്ന് നാട്ടുകാരുടെ പരാതി. ഈ വകുപ്പിന്റെ ജനവിരുദ്ധ സമീപനത്തിൽ മാറ്റം വരുത്താൻ സർക്കാർ തയ്യാറാകുന്നില്ല. വനനിയമത്തിന്റെ പഴുതു പറഞ്ഞാണ് അനാവശ്യ കടന്നുകയറ്റമെന്നും അവർ കുറ്റപ്പെടുത്തി. പഞ്ചായത്ത്, വിനോദസഞ്ചാര വകുപ്പ്, ജനപ്രതിനിധികൾ, സ്വകാര്യ സംരംഭകർ എന്നിവരടങ്ങുന്ന കോർപ്പറേഷനോ ബോർഡോ രൂപീകരിച്ച് ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ ഇതിന്റെ കീഴിലാക്കണമെന്നതാണ് ഇപ്പോഴത്തെ നാട്ടുകാരുടെ ആവശ്യം. ഇതിനുവേണ്ട പ്രാഥമിക പഠനവും രൂപരേഖയും തയ്യാറാക്കാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല. വനംവകുപ്പിന്റെ നടപടി നിഷേധാർത്ഥമാണെന്ന് വണ്ണപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടം പറഞ്ഞു. അതേസമയം വേനലാണെന്നും ഇവിടെ എത്തുന്നവർ പുകവലിച്ചോ മറ്റുവിധത്തിലോ പുൽമേട് ഉൾപ്പെടെ തീപിടിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഇതിനെതിരെയുള്ള മുന്നറിയിപ്പായിട്ടാണ് ബോർഡ് സ്ഥാപിച്ചതെന്നും വനംവകുപ്പ് പറഞ്ഞു. അനുമതി കൂടാതെ വനഭൂമിയിൽ പ്രവേശിക്കുന്നത് വന നിയമപ്രകാരം തെറ്റാണെന്നും ഈ മേഖലയിൽ തീ പടരുവാൻ സാധ്യതയേറെയാണെന്നുമാണ് വനംവകുപ്പ് അധികൃതരുടെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അടിയന്തര ഘട്ടങ്ങളെ നേരിടാൻ സജ്ജരായിരിക്കുകയെന്ന സന്ദേശം നൽകി ചെറുതോണിയിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. ദേശീയ ദുരന്ത നിവാരണ സേന, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ, പോലീസ്, ആരോഗ്യം എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്.
അടിയന്തര ഘട്ടങ്ങളെ നേരിടാൻ സജ്ജരായിരിക്കുക എന്ന സന്ദേശം നൽകി ചെറുതോണിയിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. ദുരന്തബാധിത പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തി ദുരന്തബാധിതരെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുന്നതും പരിക്കേറ്റവർക്ക് പ്രാഥമിക ചികിത്സ നൽകുന്നതും ഗുരുതര പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് നീക്കുന്നതും മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. രക്ഷാപ്രവർത്തനത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ സിവിൽ ഡിഫൻസ് ടീമും പങ്കാളികളായി. ദേശീയ ദുരന്ത നിവാരണ സേന, ജില്ലാ ദുരന്ത നിവാരണ സേന അതോറിറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ, പോലീസ്, ആരോഗ്യം എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. മോക്ക് ഡ്രില്ലിന് NDRF ടീം കമാൻഡർ പ്രശാന്ത് GC, ഡെപ്യൂട്ടി കമാൻഡർ സങ്കേത് G പവർ, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP യൂനിസ് TA, ഹസാഡ് അനലിസ്റ്റ് രാജീവ് TR തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കോതമംഗലം KSRTC ഡിപ്പോയിൽ യാത്രക്കാർക്ക് നവ്യാനുഭവമായി ഇനി ലവ് ബേഡ്സും. KSRTC ആധുനിക ബസ് ടെർമിനലിന്റെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ലവ് ബേഡ്സുകളെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ MLA ലവ് ബേഡ്സുകളും കൂടുകളും ഏറ്റുവാങ്ങി. സ്റ്റേഷൻ മാസ്റ്റർ PV ബിജു അധ്യക്ഷത വഹിച്ചു. കോതമംഗലം KSRTC ഡിപ്പോയിൽ യാത്രക്കാർക്ക് നവ്യാനുഭവമായി ഇനി മുതൽ ലവ് ബേഡ്സും ഉണ്ടാകും. KSRTC ആധുനിക ബസ് ടെർമിനലിന്റെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ലവ് ബേഡ്സുകളെ സജ്ജീകരിച്ചിട്ടുള്ളത്. KSRTCയുടെ യാത്രക്കാരനും അരോവാന പെറ്റ്സ് ആൻഡ് അക്വേറിയം ഉടമയുമായിട്ടുള്ള നെല്ലിക്കുടി സ്വദേശി KS സനു ആണ് സൗജന്യമായി ഡിപ്പോയിലേക്ക് പക്ഷികളെയും കൂടും നൽകിയത്. ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ MLA ലവ് ബേഡ്സുകളും കൂടുകളും ഏറ്റുവാങ്ങി. ഒരു വലിയ വികസന സാധ്യമായ ഒരു ഘട്ടത്തിലാണ്. നമുക്ക് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇതിനോടകം തന്നെ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ ആധുനിക ബസ് ടെർമിനലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റാവശ്യമായ സൗകര്യങ്ങളെല്ലാം പൊതുസമൂഹത്തിൻ്റെ കൂടി പങ്കാളിത്തത്തോടു കൂടി നമ്മൾ ഉറപ്പുവരുത്തുകയാണ്. അപ്പോൾ ഓരോ ദിവസവും വ്യക്തികളും സംഘടനകളും കൂട്ടായ്മകളും ഒക്കെ KSRTCയെ സഹായിക്കുന്നതിന് വേണ്ടി തയ്യാറായി മുന്നോട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയിലാണ് പ്രിയപ്പെട്ട നമ്മുടെ കോതമംഗലത്തുകാരൻ നെല്ലിക്കുടി സ്വദേശി കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട സനു ഇവിടെ കടന്നു വരുന്ന ആർക്കും ഈ ഡിപ്പോയുടെ ഒരു അന്തരീക്ഷം അത് വളരെ മനോഹരമായി അവർക്ക് അത്തരമൊരു ഫീല് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ, അതാണ് നമ്മൾ ഗ്രീൻ ടെർമിനൽ എന്നുള്ള നിലയിൽ ഇത് വിഭാവനം ചെയ്തത്. കോതമംഗലം KSRTC യൂണിറ്റ് സൗന്ദര്യവൽക്കരണത്തിൽ മെട്രോ ഡിപ്പോയ്ക്ക് മാതൃകയാണെന്ന് MLA പറഞ്ഞു. സ്റ്റേഷൻ മാസ്റ്റർ PV ബിജു അധ്യക്ഷത വഹിച്ചു. പ്രിറ്റ്സി പോൾ, ഷാജഹാൻ CEO, PK ഷിജു എന്നിവർ സംസാരിച്ചു. പക്ഷികളുടെ പരിചരണം നടത്തുന്നത് KSRTC ജീവനക്കാരാകും. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഇടവെട്ടിച്ചിറ ഭാഗത്തെ MVIP കനാലിൽ അപകടകരമായ അള്ള് കണ്ടെത്തിയതിനെ തുടർന്ന് നവീകരണം ആരംഭിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷം CPIM പ്രവർത്തകർ കനാൽ ജനകീയ പങ്കാളിത്തത്തോടെ വൃത്തിയാക്കിയപ്പോഴാണ് അപകടകരമായ അള്ള് കണ്ടെത്തിയത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തി നവീകരണത്തിന് തുക അനുവദിക്കുകയായിരുന്നു. ജനുവരി 30-നകം നവീകരണ ജോലികൾ പൂർത്തീകരിച്ച് വെള്ളം തുറന്നുവിടാൻ കഴിയുമെന്ന് അധികൃതർ പറഞ്ഞു. ഇടവെട്ടി പഞ്ചായത്തിലെ ജനങ്ങൾ കുടിവെള്ളത്തിനും കൃഷി ആവശ്യത്തിനുമായി ഉപയോഗിക്കുന്ന ഇടവെട്ടിച്ചിറ ഭാഗത്തെ MVIP കനാൽ അപകടകരമായ അള്ള് കണ്ടെത്തിയതിനെ തുടർന്ന് നവീകരണം ആരംഭിച്ചു. വേനൽക്കടുത്തോടെ കനാലിലൂടെ വെള്ളം ഒഴുകാത്തതും പഞ്ചായത്തിലെ എല്ലാ മേഖലകളിലെയും കിണറുകളും മറ്റ് സ്വാഭാവിക ജലസ്രോതസ്സുകളും വറ്റിവരണ്ടതും ജനങ്ങളെ ഏറെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മുൻപ് തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും വൃത്തിയാക്കിയിരുന്ന കനാൽ കഴിഞ്ഞ 5 വർഷക്കാലവും വൃത്തിയാകാതിരുന്നത് ഏറെ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. മറ്റു പലയിടങ്ങളിലും പദ്ധതി പ്രകാരം കനാൽ വൃത്തിയാക്കിയപ്പോഴും ഇടവെട്ടിയിൽ നടപ്പാക്കാൻ ഭരണസമിതി തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇതേറെ ചർച്ചാ വിഷയമായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം LDF ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ CPIM പ്രവർത്തകർ കനാൽ ജനകീയ പങ്കാളിത്തത്തോടെ വൃത്തിയാക്കിയപ്പോഴാണ് അപകടകരമായ അള്ള് കണ്ടെത്തിയത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തിയതിനെ തുടർന്നാണ് 18 ലക്ഷം രൂപ നവീകരണത്തിന് അധികൃതർ അനുവദിച്ചത്. ജനുവരി 30-നകം നവീകരണ ജോലികൾ പൂർത്തീകരിച്ച് വെള്ളം തുറന്നുവിടാൻ കഴിയുമെന്ന് പഞ്ചായത്ത് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 60ാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഇതോടൊപ്പം അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയപ്പ് സമ്മേളനവും നടത്തി. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ജോസഫ് മുണ്ടുനടയിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ ഉദ്ഘാടനം വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടം നിർവഹിച്ചു. പൊതുയോഗത്തിന് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 60ാമത് വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയപ്പ് സമ്മേളനവും സെന്റ് റീത്താസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ജോസഫ് മുണ്ടുനടയിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ ഉദ്ഘാടനം വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടം നിർവഹിച്ചു.
ഗ്രീക്കിലേക്ക് നോക്കുമ്പോൾ സോക്രട്ടീസും പ്ലേറ്റോയും അരിസ്റ്റോട്ടിലുമൊക്കെ സ്കൂളുകൾ നടത്തി നല്ല വിദ്യാഭ്യാസം തങ്ങളുടെ ശിഷ്യന്മാർക്ക് കൊടുത്തിരുന്നു. അവരൊരു സകലകലാ വല്ലഭന്മാരായിരുന്ന ഗുരുക്കന്മാരായിരുന്നു അവർ. ഈ അരിസ്റ്റോട്ടിലിൻ്റെ ശിഷ്യനാണ് പിന്നീട് ഈ ലോകം കീഴടക്കുന്നതിന് വേണ്ടി കീഴടക്കിയ അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അരിസ്റ്റോട്ടിലിൻ്റെ സ്കൂളിൽ പഠിച്ചിരുന്ന അരിസ്റ്റോട്ടിലിൻ്റെ ശിഷ്യനാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ ചരിത്രത്തിലും നോക്കുമ്പോൾ നല്ല വിദ്യാലയങ്ങളുണ്ടായിരുന്നു. നളന്ദ, കാശി, തക്ഷശില തുടങ്ങിയുള്ള പ്രധാനപ്പെട്ട വിദ്യാകേന്ദ്രങ്ങൾ, യൂണിവേഴ്സിറ്റികൾക്കായിരുന്നു. അവയെല്ലാം പല കാരണങ്ങളാൽ നശിച്ചു പോകപ്പെട്ടിരുന്നു. പക്ഷേ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ആധുനിക കാലഘട്ടത്തിൽ നാം നോക്കുമ്പോൾ വിദ്യാഭ്യാസം വന്നത് ക്രിസ്ത്യൻ മിഷണറിമാരിലൂടെയാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി 11-ാം നൂറ്റാണ്ടിൽ 1090 സ്ഥാപിക്കപ്പെട്ടു. ആ സ്ഥാപിക്കപ്പെട്ടത് ക്രിസ്ത്യാനികൾക്ക്, ക്രിസ്ത്യൻ മിഷണറിമാർക്ക് വിദ്യ കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ഹാർവാർഡ് ആണെങ്കിലും ഓക്സ്ഫോർഡ് ആണെങ്കിലും കേംബ്രിഡ്ജ് ആണെങ്കിലും വിറ്റൻബർഗ് ആണെങ്കിലും അവയെല്ലാം സ്ഥാപിച്ചതിന് മുന്നിൽ അല്ലെങ്കിൽ പിന്നിൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ വ്യക്തമായിട്ടുള്ള ചുവടുവയ്പ്പുകളുണ്ട്. സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോ മാത്യു വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോതമംഗലം രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി റവറൻ ഫാദർ മാത്യു മുണ്ടയ്ക്കൽ വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് ആശംസകൾ നേർന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി റജി എൻഡോമെന്റ് വിതരണം നടത്തി. കാളിയാർ സെന്റ് റീത്താസ് ചർച്ച് അസിസ്റ്റന്റ് വികാരി ഫാദർ സിറേഖ് മഞ്ഞക്കടമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സണ്ണി കളപ്പുര, വാർഡ് മെമ്പർ അനീഷ് കിഴക്കേൽ, PTA പ്രസിഡന്റ് ജോബി ജോർജ്, MPTA പ്രസിഡന്റ് ഗ്രേസ് മരിയ ജോർജ്, HSS സ്റ്റാഫ് പ്രതിനിധി ജോയ്സ് മാത്യു, HS സ്റ്റാഫ് പ്രതിനിധി ഷിൽന ജോർജ്, സ്കൂൾ ലീഡർ ആദിത്യൻ ബിജു എന്നിവർ ആശംസകൾ നേർന്നു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ ജോവിയസ് ആന്റണി, സെലിൻ മാത്യു എന്നിവർ മറുപടി പ്രസംഗങ്ങൾ നടത്തി. പാഠ്യേതര വിഷയങ്ങളിൽ ഉന്നത നിലവാരം പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് വിശിഷ്ട വ്യക്തികൾ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രിൻസിപ്പൽ ലൂസി ജോർജ് സ്വാഗതം ആശംസിച്ചു. സ്കൂൾ ചെയർപേഴ്സൺ റിനി സേവിയർ കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. സയൻസ് വർക്കിംഗ് മോഡലിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ കുട്ടികൾ അടുത്ത് വേണു, രാഹുൽ ഗോപകുമാർ, നിഷ ജയ്സൺ. സംസ്ഥാന കായികമേളയിൽ പങ്കെടുക്കുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്ത കുട്ടികൾ ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പ് നേടിയിരുന്നു. നമുക്ക് നല്ലൊരു കൈ. ഇവർ രണ്ടുപേരും കരാട്ടയിലാണ് മികവ് തെളിയിച്ചത്. Abhishek Powell to present the complete Blue Wonders photo for everyone to view and appreciate. തങ്കമണി റേഞ്ചും മുരിക്കാശ്ശേരി പോലീസും എക്സൈസ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും സംയുക്തമായി തങ്കമണി റേഞ്ചിന്റെ പരിധിയിലുള്ള ഹോട്ട്സ്പോട്ടുകളിൽ പരിശോധനകൾ നടത്തി. ജോയിന്റ് എക്സൈസ് കമ്മീഷണർ V. റോബർട്ടിന്റെ ഉത്തരവിൻ പ്രകാരമാണ് വിവിധയിടങ്ങളിൽ പരിശോധനകൾ നടത്തിയത്.
എക്സൈസ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ജോയിന്റ് എക്സൈസ് കമ്മീഷണർ വി റോബർട്ടിന്റെ നിർദ്ദേശാനുസരണമാണ് റെഡ് സോൺ മേഖലയിലെ മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ വിതരണം, ഉപയോഗം എന്നിവ കണ്ടെത്തുന്നതിനായി പരിശോധനകൾ നടത്തിയത്. എക്സൈസ് തങ്കമണി റേഞ്ചും മുരിക്കാശ്ശേരി പോലീസും എക്സൈസ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും സംയുക്തമായാണ് തങ്കമണി റേഞ്ചിന്റെ പരിധിയിലുള്ള ഹോട്ട്സ്പോട്ടുകളിൽ പരിശോധനകൾ നടത്തിയത്. ലഹരി മരുന്നുകൾ ഒരു നാടിനെ, ഒരു യുവതലമുറയെ നശിപ്പിക്കുന്ന മാരക വിപത്താണ്. ഇതിനെതിരെ നമ്മുടെ കേരള ഗവൺമെൻറ് അതിശക്തമായ നിയമ നടപടി സ്വീകരിക്കുവാനാണ് എക്സൈസിനും പോലീസിനും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ലഹരി മരുന്നിൽ നിന്നും നമ്മുടെ നാടിനെ മോചിപ്പിക്കാൻ വേണ്ടി എക്സൈസും പോലീസും സംയുക്തമായിട്ട് ഇന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളുടെ എണ്ണത്തൊപ്പം മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷൻ്റെ ഹോട്ട്സ്പോട്ടുകളിൽ മുരിക്കാശ്ശേരി ബസ് സ്റ്റാൻഡ്, തോപ്രാംകുടി വിവിധ ഭാഗങ്ങൾ തുടങ്ങിയ ഭാഗങ്ങൾ ഹോട്ട്സ്പോട്ടുകൾ ശക്തമായ റെയ്ഡ് നടത്തുകയാണ്. ഈ റെയ്ഡ് നടത്തേണ്ട മറ്റൊരു ഉദ്ദേശം എന്ന് വെച്ചാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ രഹസ്യ വിവരങ്ങൾ കിട്ടിയാൽ പോലീസിനെയും എക്സൈസിനും ധൈര്യപൂർവ്വം അറിയിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് അതിന് ശക്തമായ നടപടി സ്വീകരിക്കും. സ്വീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ നാട്ടിലെ യുവതലമുറയെ മോചിപ്പിക്കുന്ന, അല്ലെങ്കിൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു മഹത് കർമ്മത്തിനാണ് ആളുകൾ പങ്കാളികളാകുന്നത് എന്നുകൂടെ അറിയേണ്ടതുണ്ട്. മുരിക്കാശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരം, സമീപത്തുള്ള ഒഴിഞ്ഞ വീടുകൾ, പഴയ വില്ലേജ് ഓഫീസ് പരിസരം, കള്ളിപ്പാറ ക്ഷേത്രം കുന്ന്, തോപ്രാംകുടി ഓട്ടോ സ്റ്റാൻഡ് പരിസരം, സ്കൂളുകൾക്കടുത്തുള്ള പെട്ടിക്കടകൾ എന്നിവിടങ്ങളിലും ബസ് സ്റ്റാൻഡിലും പരിസരങ്ങളിലും കറങ്ങി നടക്കുന്ന അപരിചിതരെയുമാണ് മിന്നൽ പരിശോധന നടത്തിയത്. സമൂഹത്തിലെ മയക്കുമരുന്ന് വ്യാപനത്തിനെതിരായിട്ടുള്ള ഒരു ഫൈറ്റാണ് നമ്മൾ പോലീസും എക്സൈസും അതോടൊപ്പം എക്സൈസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം കൂടി ഇന്നേ ദിവസം നമ്മുടെ മുരിക്കാശ്ശേരി ബസ് സ്റ്റാൻഡിൽ ഒരു കമ്പൈൻ റെയ്ഡായിട്ട് നടത്തുകയുണ്ടായി. നമ്മൾ ജനങ്ങളെ ഈ മയക്കുമരുന്നിൻ്റെ വ്യാപനത്തിനെതിരെ കൂടുതൽ ബോധവാന്മാരാക്കാനും അതോടൊപ്പം അവരുടെ ഭാഗത്തുനിന്ന് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബോധവൽക്കരണ കമ്പൈൻ റെയ്ഡ് കൂടിയാണ് ഇന്നേ ദിവസം ഇവിടെ നടത്തിയത്. തങ്കമണി റേഞ്ച് ഇൻസ്പെക്ടർ രാഹുൽ ജോൺ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ലിജോ ഉമ്മൻ, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് ബിനു ജോസഫ്, സിവിൽ എക്സൈസ് ഓഫീസർ സുജിത്ത്, എക്സൈസ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് സജീവ് കുമാർ MD, മുരിക്കാശ്ശേരി പോലീസ് SIമാരായ KD മണിയൻ, KV ജോസഫ്, അബ്ബാസ്, SCPOമാരായ മനു, നവാസ്, ഹോംഗാർഡ് സൈമൺ, DVRA SI സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മരം മുറിച്ചപ്പോൾ താഴെ വീണ കാക്കക്കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം ഒരുക്കി യുവാവ്. ഉടുമ്പന്നൂർ പവ്വത്തുമലയിൽ അഭിലാഷാണ് സഹജീവി സ്നേഹത്തിന്റെ ഉത്തമ മാതൃകയാകുന്നത്. മരം മുറിച്ചതിനെ തുടർന്ന് താഴെ വീണ നിലയിൽ വഴിയരികിൽ നിന്നും ലഭിച്ച ചോരക്കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണം നൽകി വരുന്ന അഭിലാഷ് ഇവയെ പറക്കാൻ പാകമാകും വരെ സംരക്ഷിക്കുമെന്നും പറഞ്ഞു. ഇതിനെ കിട്ടിയതാ. അപ്പം ഈ കൂട് അതിൻ്റെ മുറിഞ്ഞ് താഴെ പോയി. അപ്പം കുഞ്ഞുങ്ങളായിരുന്നു. കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ പപ്പും മുറിയൊന്നുമില്ല. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് അതിന് തീറ്റ കൊടുത്ത് ഇപ്പോൾ ഇത്ര വലുതായി. ഇനിയിപ്പോൾ കുറച്ച് പറക്കാറൊക്കെ ആയി. ഇതിലൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പറന്ന് പോകാറാകുമ്പം ഉറപ്പിച്ചു വിടുക. അത്രേ ഉള്ളൂ. എന്നാ പൊക്കോ കൊടുക്കും, ഇറച്ചി കൊടുക്കും, മുട്ട കൊടുക്കും, 2-3 നേരം കൊടുക്കും. വേണ്ടാത്ത സാധനമാണ് തുപ്പിക്കളി. വേണ്ടിയതാണ് തിന്നും, വേണ്ടാത്തതാണ് തിന്നൂല. SBI ആലക്കോട് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കരൻ, ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാത്യു ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ജില്ലയിലെ 50ാമത്തെ ശാഖ ആലക്കോട് പെട്രോൾ പമ്പിന് സമീപമുള്ള സാന്റ സ്ക്വയർ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. കോർ ബാങ്കിംഗ്, നെറ്റ് ബാങ്കിംഗ്, ATM, മൊബൈൽ ബാങ്കിംഗ് തുടങ്ങിയ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ ശാഖ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോൾ ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹം അല്ലെങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ പലപ്പോഴും പല തരത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുകയും പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങാൻ സാങ്കേതികപരമായി പല തടസ്സങ്ങളും ഉണ്ടാകുന്ന ഇന്നത്തെ പരിതസ്ഥിതിയിലാണ് ആലക്കോട് ഈ ടൗൺ പ്രദേശത്ത് ഇതുപോലെ ഒരു ബ്രാഞ്ച് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകമായി പറയേണ്ട കാര്യമാണ്. SBI റീജിയണൽ മാനേജർ നെഫിൻ ക്രിസ്റ്റഫർ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ വർഗീസ് M. മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാത്യു, വൈസ് പ്രസിഡന്റ് ബിനു AB, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജാൻസി മാത്യു, SBI OA റീജിയണൽ സെക്രട്ടറി കുര്യച്ചൻ മനയാനി, SBI SU പ്രതിനിധി
പ്രതീഷ് ആർ എന്നിവർ ആശംസകൾ നേർന്നു. ആലക്കോട് ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ വളരെയധികം ആളുകൾ പലപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഇവിടെ ഒരു ബാങ്ക് ഇല്ല, ഇവിടെ പഞ്ചായത്ത് ഓഫീസുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, വില്ലേജ് ഓഫീസുണ്ട്, KCB ഓഫീസുണ്ട്, മറ്റു പല സർക്കാർ സ്ഥാപനങ്ങളുമുണ്ട്. പക്ഷേ ഒരു ഷെഡ്യൂൾഡ് ബാങ്കോ ഒരു പൊതുമേഖലാ സ്ഥാപനമോ ഇല്ല. പല ആളുകൾക്കും അതൊരു സ്വപ്നമായിരുന്നു. ബാങ്കിങ് ട്രാൻസാക്ഷന് വേണ്ടി തൊടുപുഴയോ കലാന്താണിയോ ഒക്കെ പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. ആ ഒരു അവസ്ഥയ്ക്ക് ഒരു വിരാമം കുറിച്ചുകൊണ്ടാണ് ഇന്നിവിടെ ഭാരതീയ സ്റ്റേറ്റ് ബാങ്കിന്റെ ആലക്കോട് ശാഖ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ബ്രാഞ്ച് മാനേജർ ആന്റണി തോമസ് സ്വാഗതവും HR മാനേജർ നിഖിൽ NR നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ആലക്കോട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി മെഡിക്കൽ കോളേജിൽ പുതിയ ഓപ്പറേഷൻ തിയേറ്റർ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന മെഡിക്കൽ കോളേജ് ആശുപത്രി മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡെസ്റ്റിനേഷൻ വെഡിംഗ് സാധ്യതകൾ ലക്ഷ്യമിട്ട് ദേവികുളത്ത് നൂതന പദ്ധതി തയ്യാറാക്കാൻ DTPC. മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന DTPC എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. തെറ്റായ അവകാശവാദങ്ങളും അർത്ഥസത്യങ്ങളും കുത്തിനിറച്ച് സംസ്ഥാന സർക്കാർ ഗവർണറെ കൊണ്ട് പ്രസംഗിപ്പിച്ചിട്ടുള്ള ഒരു തെറ്റായ ഡോക്യുമെന്റാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അടിയന്തര ഘട്ടങ്ങളെ നേരിടാൻ സജ്ജരായിരിക്കുകയെന്ന സന്ദേശം നൽകി ചെറുതോണിയിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. കോതമംഗലം KSRTC ഡിപ്പോയിൽ യാത്രക്കാർക്ക് നവ്യാനുഭവമായി ഇനി മുതൽ ലവ് ബേഡ്സും. ആന്റണി ജോൺ MLA ലവ് ബേഡ്സുകളുടെയും കൂടുകളെയും ഏറ്റുവാങ്ങി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.